റാപ്പർ വേടനെതിരെ പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ എൻഐഎക്ക് പരാതി നൽകിയ സംഭവത്തിൽ ബിജെപിയിൽ ഭിന്നത. പാർട്ടിയോട് ആലോചിക്കാതെയാണ് പരാതി നൽകിയതെന്ന് ബിജെപി സംസ്ഥാന നേതൃത്വം. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് കൂടിയുണ്ട്. സച്ചിൻ, ഈ മോദി വിരുദ്ധ വരികൾ വേടന്റെ വരികളിൽ ഉള്ളതുകൊണ്ടൊക്കെ ബിജെപി പ്രാദേശിക നേതാക്കൾ നേരത്തെയൊക്കെ പരാതി നൽകിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കൗൺസിലർ മിനി പരാതി നൽകിയത് ബിജെപി നേതൃത്വത്തോട് ആലോചിക്കാതെയാണ് എന്നാണ് നേതൃത്വം പറയുന്നത്. ഇത് തന്നെയാണോ ഭിന്നതയ്ക്കും കാരണം? വർഷ, ഇന്നലെയാണ് ബിജെപിയുടെ പാലക്കാട് കൗൺസിലർ, ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന്റെ ഭാര്യ കൂടിയായിട്ടുള്ള മിനി കൃഷ്ണകുമാർ ഇന്നലെ പരാതി അയച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും എൻഐക്കുമാണ് പ്രധാനമന്ത്രിയെ വേടന്റെ പാട്ടുകളിൽ അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി അയച്ചിരുന്നത്. ഇതാണ് ബിജെപിയിൽ വലിയ രീതിയിലുള്ള ഒരു ഭിന്നത ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ബിജെപി സംസ്ഥാന നേതൃത്വം മിനി കൃഷ്ണകുമാറിനോട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും അവർ പറയുന്നത് പാർട്ടി നേതൃത്വത്തോട് ആലോചിക്കാതെയാണ് മിനി കൃഷ്ണകുമാർ ഇത്തരത്തിലൊരു പരാതി അയച്ചതെന്നും ഇത് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപത്തിനും അതേപോലെ തന്നെ വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ പരാതികൾ അയക്കുമ്പോൾ സംസ്ഥാന നേതൃത്വത്തോട് ആലോചിച്ചിട്ട് വേണം പരാതി അയക്കണം എന്ന കാര്യമാണ് ഇപ്പോൾ മിനി കൃഷ്ണകുമാറിനോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പരസ്യ പ്രതികരണം, വേടനെതിരെയുള്ള പരസ്യ പ്രതികരണം പാടില്ല എന്ന കാര്യവും സംസ്ഥാന നേതൃത്വം അറിയിച്ചതായി അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കെ.പി. ശശികലയും അതേപോലെ തന്നെ RSS നേതാക്കൾ അടക്കമുള്ള ആളുകൾ വലിയ രീതിയിലുള്ള വിമർശനവും അധിക്ഷേപവും റാപ്പർ വേടനെതിരെ ഉന്നയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി വലിയ രീതിയിൽ സമൂഹത്തിൽ നിന്ന് വലിയ വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പിന്തുടർച്ച എന്നോണമാണ് 5 വർഷം മുൻപുള്ള റാപ്പർ വേടന്റെ പാട്ടിനെതിരെ മിനി കൃഷ്ണകുമാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും എൻഐക്കും പരാതി നൽകിയത്. ഇതാണ് ബിജെപിയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഭിന്നതക്ക് കാരണമായിരിക്കുന്നത്. വർഷം, സച്ചിരി, കെ.പി. ശശികല പരസ്യ പ്രതികരണം നടത്തിയതിന് പിന്നാലെയാണോ ഈ വേടനെതിരെ ഇനി പരസ്യ പ്രതികരണങ്ങൾ ഒന്നും നടത്തരുത് എന്ന് ബിജെപി നേതൃത്വം പറയാൻ കാരണം? തീർച്ചയായും വർഷം, അത് തന്നെയാണ് കാരണം. കഴിഞ്ഞ ആഴ്ച പാലക്കാട് പട്ടികജാതി വകുപ്പ് അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പും ചേർന്നുകൊണ്ട് പാലക്കാട് കോട്ട മൈതാനത്ത് റാപ്പർ വേടന്റെ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു പ്രതികാര നടപടിയുമായി ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയും രംഗത്തെത്തിയിരുന്നു. അവർ പ്രധാനമായും ഉന്നയിച്ചത് വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹം പാലക്കാട് കോട്ട മൈതാനത്ത് എത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് കോട്ട മൈതാനത്തുണ്ടായിരുന്ന 4 ചെയറുകളും അതേപോലെ തന്നെ വേസ്റ്റ് ബിന്നും തകർന്നിരുന്നു. ഇതിന് വലിയ രീതി 1.25 ലക്ഷത്തോളം പിഴയാണ് ഈടാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതികാര നടപടിയാണ് റാപ്പർ വേടനെതിരെയും റാപ്പർ വേടന്റെ പാട്ടിനെതിരെയും ബിജെപിയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സി കൃഷ്ണകുമാറിന്റെ ഭാര്യ കൂടിയായ മിനി കൃഷ്ണകുമാർ വേടനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അസഹിഷ്ണുത വേടന്റെ പാട്ടിനെതിരെ ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന കാര്യവും കഴിഞ്ഞ ദിവസങ്ങളിൽ പല നേതാക്കളും വ്യക്തമാക്കിയിരുന്നു. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ബിജെപിയുടെ സവർണ മനോഭാവമാണ് ഇത്തരത്തിൽ റാപ്പർ വേടനെതിരെ ബിജെപിയുടെ ഭാഗത്തു നിന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിന് കാരണം എന്ന കാര്യവും വ്യക്തമാക്കിയിരുന്നു. വർഷം.